വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ സ്പാനിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് BGMI ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇതിന് മുമ്പ് നമ്മളുടെ BGMI ടിപ്സ് ആൻഡ് ട്രിക്സ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് കാണുക. അതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇതിൽ കുറച്ച് പുതിയ കാര്യങ്ങളാണ്. വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ഞാൻ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം കണ്ടന്റിന് വളരെയധികം ക്ഷാമമാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് നമുക്ക് സജസ്റ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മൊത്തം 5 ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയുന്നത്. ഒരു വീഡിയോയുടെ ബാക്കിയാണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് പോയി കാണുക. പിന്നെ നമ്മളെ BGMI ടിപ്സ് ആൻഡ് ട്രിക്സ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കുറേ BGMI ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ഇതൊന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടിപ്പ്, അതായത് 6ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ മൊളോട്ടോ യൂസ് ചെയ്യണ ഒരു ട്രിക്കാണ്. അതായത് കറക്റ്റ് എനിമിയുടെ ദേഹത്തേക്ക് എങ്ങനെ നമുക്കൊരു മൊളോട്ടോ എറിയുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വാൾ ഫൈറ്റ് വരികയാണെങ്കിൽ എങ്ങനെ മൊളോട്ടോ എറിയുന്നത്, അതായത് നിങ്ങൾ ഇതുപോലെ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് കറക്റ്റ് എനിമിയെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഈ ഒരു എഡ്ജിലേക്ക് നമുക്ക് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിമിനെ നമുക്ക് വീഴ്ത്തിടാൻ പറ്റും. നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കും. നമ്മുടെ ഈ വീഡിയോയിൽ ഫസ്റ്റ് ടിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ടോ. അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സ്കൂളിൻ്റെ ഈ ഒരു സൈഡിലെ ഈ ഒരു മതിലടിച്ച് അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ ക്യാമ്പ് ചെയ്ത പ്ലെയറിനെ പിടിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നടന്നോളുന്ന ഒരു നിർബന്ധമുള്ള. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നിന്നിട്ട് നമുക്ക് എനിമിനെ സുഖമായിട്ട് അടിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ക്വാളിറ്റിയോ ഓഡിയോ ക്വാളിറ്റിയോ കൂട്ടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ 8ാമത്തെ ട്രിക്കാണ് നമ്മളിങ്ങനെ ഒരു എനിമി ഒരു വീടിൻ്റെ ഉള്ളിൽ നമ്മൾ TPP ഇട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ അഥവാ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എനിമിക്ക് കൊള്ളൂല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ FPP ഇട്ട് നമ്മൾ എനിമിനെ വെടി വെക്കണം, അതായത് ഫയർ ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എനിമിനെ സ്പോട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കില്ലെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ദയവ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ഒരു ട്രിക്ക് നിങ്ങൾ മോസ്റ്റ്ലി വാൾ ഫൈറ്റിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരു നമ്മൾ 1v1 അല്ലെങ്കിൽ 1v4 വാളിൻ്റെ ഒരു കവറിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് FPP ഇട്ടിട്ട് സുഖമായിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു FPP ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എനിമീസിനെ കുറേ കാര്യങ്ങളിൽ കൂടെ അടിച്ചിടാൻ പറ്റും. വെറും വിൻഡോയും വാളും മാത്രമല്ല, വേറെ ഇതിൽ കൂടെ എല്ലാം നമുക്ക് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ നമുക്ക് 9th ടിപ്പിലോട്ട് ഇറക്കാം. 9th ടിപ്പ് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. അതായത് എനിമിയായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീലോഡ് വരുമ്പോൾ നമുക്ക് എനിമിൻ്റെ കയ്യിൽ നല്ല രീതിക്ക് ഡാമേജ് കിട്ടി നമ്മൾ നോക്കൗട്ട് ആവും. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഫയർ ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ സാധാ ഷൂട്ട് ചെയ്യണ പോലെ തന്നെ ആ ഫയർ ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിമിനെ സുഖമായിട്ട് അടിച്ചിടാം. അപ്പം നേരെ നമുക്ക് 10th ടിപ്പിലോട്ട് ഇറക്കാം. 10th ടിപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ പോച്ചിങ്ങിലും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു ബിൽഡിങ്, ഈ ഒരു അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയാണ് നോക്കിയാലും കാണാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബിൽഡിങ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിമി അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ഒരിക്കലും യൂസ് ചെയ്യരുത്. എനിമിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലൂടെ ഈ ഒരു ഇതിലൂടെ നമുക്ക് എനിമിനെ FPP ഇട്ടിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എനിമിനെ നോക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. FPP ചെയ്തിട്ട് ഫയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എനിമിനെ അടിച്ചിടാൻ പറ്റും. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും ബോണസായി കിട്ടിയില്ല എന്ന് പറയണ്ട. അപ്പോൾ നമ്മൾ ഒരു ബോണസ് ട്രിക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് BGMIയിൽ എന്താണോ അറിയേണ്ടത് അത് താഴെ ജസ്റ്റ് കമന്റ് ചെയ്യാം. നമ്മളൊരു കണ്ടന്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാനാണ്. ഇതുപോലത്തെ കൂടുതൽ അടിപൊളി വീഡിയോക്ക് വേണ്ടി നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അടിപൊളി വീഡിയോസ് ആവും. അപ്പോൾ നമ്മൾ ഈ ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റഷ് ചെയ്തിട്ട് മറ്റോ കയറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിൻഡോയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം വേസ്റ്റ്. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡയറക്റ്റ് ജമ്പ് ചെയ്തിട്ട് ക്രൗച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇത് നമുക്ക് എപ്പോഴും ചെയ്യണമെന്നില്ല. ഇത് വേഗത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് FPP ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു ട്രിക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ദയവ് നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത്. ഇനി നമ്മൾ 3Kയിലോട്ടാണ്. നമ്മൾ 2K സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 3K ആണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് താഴെ സജസ്റ്റ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും